ജോൺ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും വലിയൊരു യുവജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിട്ടും നിസ്സാരമായിട്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് ഈ സമരത്തെ പറ്റി, കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു ആത്മവിശ്വാസം? ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു മുഖത്ത് ഒരു തരത്തിലുമുള്ള ഭാവമാറ്റമില്ല. വളരെ ഹാപ്പിയാണ്, വളരെ ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? ഇതില് മുഖ്യമായ വിഷയം രണ്ട് കാര്യം നമ്മൾ എടുക്കാം. ഒന്ന്, ഇന്ത്യയിലെ ഈ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന് ശക്തമായ ഒരു ഐക്യനിര നിലവിൽ രൂപപ്പെട്ട് വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജനതാ പാർട്ടി വന്ന പോലെ അത്തരൊരു സ്ഥിതിവിശേഷം ഇപ്പോഴും ഇന്ത്യയിൽ സംജാതമായിട്ടില്ല. പ്രതിപക്ഷങ്ങൾ ഇപ്പോഴും വിഘടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ BJPയുടെ മിനിമം നമ്മുടെ 140 കോടിയോളം ജനങ്ങളുള്ള സ്ഥലത്ത് ഒരു 100 കോടിയോളം വോട്ടർമാർ വോട്ട് ചെയ്യാനുള്ള വോട്ടർമാരുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു 70% പോൾ ചെയ്ത് വരുന്നൊരു സ്ഥിതി. മാക്സിമം ഒരു 65-70 കോടിക്കാണ് ആളുകൾ വോട്ട് ചെയ്ത് വരാനുള്ള ചാൻസ് ഉള്ളത്. പക്ഷെ BJPക്ക് ഫിക്സഡ് ആയിട്ട് 25 കോടി വോട്ടൊക്കെ ഫിക്സഡ് ആയിട്ട് സമാഹരിക്കാൻ പറ്റുന്ന അവസ്ഥ പൊസിഷൻ നിലവിലുണ്ടെന്ന് BJPക്ക് ഒറ്റയ്ക്ക്. നേരെ മറിച്ച് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ഒരു 10-11 കോടിയുടെ വോട്ടാണ് നിലവിൽ വോട്ട് ബേസിലുള്ളതും. അപ്പോൾ നേരിട്ട് BJPനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ലയെന്ന്. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ എല്ലാം സഖ്യത്തിലായി, എല്ലാ അർത്ഥത്തിലും അവർ സഖ്യം അങ്ങനെ വരുന്ന രീതിയിൽ ഇന്ത്യയിലുള്ള മുഴുവൻ പാർട്ടികളും ബാക്കി വരുന്ന 45 കോടി വോട്ടുകൾ, ഈ വോട്ടുകൾ മുഴുവൻ ഒരേ നേർരേഖയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് BJPക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ. പക്ഷെ അത്തരം ഒരു സാഹചര്യം വന്നാൽ തന്നെയും പല നമ്മൾ മറ്റേ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഒറീസ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളെ അല്ലെ ഹിമാചല് പോലെയുള്ള സ്റ്റേറ്റുകളെ BJPയുടെ ശക്തി കൊണ്ട് പ്രതിപക്ഷ നിരകളെല്ലാം ഒന്നിച്ച് നിന്നാൽ തന്നെ BJPനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഇത് BJP കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായിട്ട് അറിയുന്നു. പിന്നെ RSSന്റെ സംഘടന സെറ്റപ്പ്, കാരണം ഇന്ത്യയിലെ എല്ലാ മേഖലയിലും സർവ്വ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയാണെന്നുള്ളത്. പ്രതിപക്ഷത്ത് ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ ഇതേപോലെ, കോൺഗ്രസ് ഇന്ത്യയിൽ പല സ്റ്റേറ്റിലുണ്ടെങ്കിലും ഒരാൾക്കൂട്ട പാർട്ടിയാണെന്ന്. BJPനെ നേരിടാൻ പറ്റുന്നൊരു പൊസിഷൻ അവർക്കില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ BJPനെ നേരിടാൻ പറ്റുന്നൊരു പൊസിഷൻ കോൺഗ്രസിനില്ലെന്ന്. അതുകൊണ്ട് ഈ പിന്നെ നിൽക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ മീൻസ് ഏകോപനമോ ഐക്യമോ ഇല്ലാത്ത ജനങ്ങൾ. അവരുടെ ഒരു പ്രത്യേക തരം വികാരപരമായിട്ട് കാര്യങ്ങൾ കാണുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ആ ജനത്തിനെ ഏത് തരത്തിലും അമ്മാനമാടി അവരുടെ മനസ്സിനെ ടിസ്റ്റ് ചെയ്യിച്ച് അധികാരം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള പ്രവർത്തന മികവിൻ്റെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സാധിക്കും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടെന്ന്. അത് തന്നെയാണ് അവരുടെ ഈ കോൺഫിഡൻസിൻ്റെ യഥാർത്ഥ കാരണം. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതിനെ മറികടക്കാനുള്ള തന്ത്രമന്ത്രങ്ങൾ ഇറക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ. കാരണം 25 കോടി വോട്ട് ഓൾറെഡി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന്. ബാക്കി വോട്ടാണ് സമാഹരിക്കേണ്ട ആവശ്യമുള്ളൂ. അത് സഖ്യകക്ഷികൾ, ഘടകകക്ഷികൾ, പലതരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിൽ കൂടെ ഇത് സാധ്യമാക്കാൻ പറ്റുന്നൊരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. ഇതാണ് അവസരത്തിൽ ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. ചോദിക്കാനാണ്. ഇപ്പോൾ രാജ്യത്തൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ FCRA പോലെയുള്ള ബില്ലുകൾ, ഈ ബില്ലുകൾ പാസ്സാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ പ്രതിഷേധം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ വലിയ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കേന്ദ്ര സർക്കാർ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യപേപ്പർ, അതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് പാസ്സാക്കിയിരുന്നു. പക്ഷേ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നില്ല എന്നുള്ളതൊരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥയായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന്. അതുകൊണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുക എന്നുള്ള ലെവലിൽ അവരെപ്പോഴും പോകണമെന്നുമില്ല. ഓരോ പാർട്ടിക്കും വ്യക്തമായിട്ട് അജണ്ടകളുണ്ടെന്ന്. കാരണം അവർക്ക് അധികാരം പിടിച്ചെടുക്കുക, അതിന് ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ തന്ത്രങ്ങൾ, അവരുടെ പ്ലാനും പദ്ധതിയും വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെ കണ്ടാൽ മതി. അമിത്ഷാനെ പോലുള്ള ഒരു കാര്യകർത്താവ് ഇപ്പൊ അടുത്ത് ഭാവിയിൽ BJPയുടെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ BJPയുടെ പ്രവർത്തകർ കാണുന്ന ഒരാളാണ്.
അപ്പോൾ ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് പല ഇതുപോലെ പ്രൊട്ടസ്റ്റുകൾ വരുന്ന സമയത്തും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ട് ഈ സമരങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ സാധിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. BJP പക്ഷേ ഇതിലൊരു വളരെ തന്ത്രപരമായിട്ടാണ് ഈ ഒരു സമരത്തെ നേരിട്ടതെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടുകൂടി തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ്. പക്ഷെ അതിനുശേഷം അക്രമം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് പോകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ കേസുകൾ പിൻവലിക്കണമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും BJP അത് നല്ല രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് FIR ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ ഭയപ്പാടില്ലാതെ കുട്ടികൾക്കെതിരെ ഇങ്ങനെ ചെയ്തു പോകുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇത് ഒരു പക്ഷേ അമിതമായ ആത്മവിശ്വാസമാവാം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്ന പോലെ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് ശരിയാവണമെന്ന് തോന്നുന്നില്ല എന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ഒരു മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരാണെങ്കിൽ ഭൂരിപക്ഷം നഗര കേന്ദ്രീകൃതമായ ജീവിക്കുന്നവരാണ്. അപ്പം അത്തരം വ്യക്തികളാണ് BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ജനങ്ങളായിട്ടുള്ള ബന്ധമുള്ള സ്ഥലങ്ങൾ. അപ്പം അത്തരം ഉള്ളതുകൊണ്ട് ആ വിദ്യാർത്ഥികളെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കരുതുന്നില്ല. കാരണം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതും അല്ലെങ്കിൽ വരുന്നു വെച്ചാൽ ചിലപ്പോൾ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷെ സത്യത്തിൽ ഇത്തരം വിദ്യാർത്ഥികളെ പിണക്കിക്കൊണ്ട് സർക്കാർ പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം 100% അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സർക്കാർ പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഒരിക്കലും ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് സർക്കാർ പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അതൊക്കെ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും വരുന്ന ഒരു ടൈറ്റിലായി ആവാനാണ് സാധ്യത. കാരണം സർക്കാരുകൾ ഒരിക്കലും വിദ്യാർത്ഥികൾക്കെതിരെ നീങ്ങാനുള്ള ചാൻസ് ഇല്ല. കാരണം അവരുടെ മക്കളാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ നിന്ന് കോടാനുകൂടി ജനങ്ങൾ പഠിച്ച് ഇന്ത്യൻ സർക്കാർ പൈസ മുടക്കി പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, നല്ല മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ, നല്ല നല്ല വ്യക്തികൾ, ഇവരൊന്നും പഠിപ്പ് കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽ പണ്ട് പോയിരുന്ന, പക്ഷെ ഇന്നിപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും കാനഡ ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഇന്ത്യയിലുള്ള മിടുക്കന്മാരായ കഴിവുള്ള മുഴുവൻ ആളുകളും പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ത്യയിലുള്ള നല്ല മിടുക്കന്മാരും കഴിവുള്ള ആളും മുഴുവനും വിദേശത്തേക്ക് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കാൻ കൊള്ളില്ല, ഒന്നിനും കൊള്ളാത്ത സ്ഥലമാണ്, ഇവിടെ മൊത്തത്തിൽ മോശമാണെന്ന് സ്ഥിതി ഉണ്ടാക്കിയിട്ട് ഇവരെ മുഴുവൻ വിദേശത്തേക്ക് വിടാൻ സർക്കാരുകൾ ശ്രമിക്കുമോ? ഏത് വിധേയങ്ങളിലും മുഴുവൻ ഇന്ത്യയിലുള്ള യുവാക്കളെ മുഴുവനും ഇന്ത്യയിൽ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സർക്കാരുകൾ ചെയ്യാനുള്ള സാധ്യത. അവർക്കെതിരെ ശത്രുത മനോഭാവത്തിൽ നീങ്ങാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അതങ്ങനെ ഏതെങ്കിലും സർക്കാർ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് നമ്മൾ പറയേണ്ടി വരും. കാരണം ഇന്ത്യയിലുള്ള എല്ലാം മിടുക്കന്മാരായ പിള്ളേരും വിദേശങ്ങളിൽ പോയിട്ട് പഠിക്കാൻ പോയി ഇവിടെ ഒന്നിനും കൊള്ളാത്ത വേസ്റ്റായ ഒരു കഴിവില്ലാത്ത ബ്രെയിനും ഇല്ലാത്ത ആളുകൾ മാത്രമായി നമ്മുടെ നാട്ടിൽ വീഴും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ബുദ്ധിയുള്ള സർക്കാർ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ വിദ്യാർത്ഥികളോട് അനുഭാവപൂർവ്വം പെരുമാറുകയും നാളത്തെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് മുഴുവൻ ഇന്ത്യയിലെ യുവജനങ്ങളും ഇന്ത്യയിൽ തന്നെ തൊഴിലവസരങ്ങൾ, ജോലി, കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാധ്യമങ്ങൾ വരുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം ഇതിൽ പറ്റി.